നടിയെ ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. കേസിൽ തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സാക്ഷികളുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതികൾക്ക് പ്രോസിക്യൂഷൻ സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്തേണ്ടതുണ്ടോ എന്നും പരിശോധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സാക്ഷി വിസ്താരം പൂർത്തീകരിച്ച ഉത്തരവിനെതിരെ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. വിചാരണയുടെ ഭാഗമായി CRPC 313 പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്കായി ദിലീപ് അടക്കമുള്ള പ്രതികൾ ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. പ്രതികളെ ഓരോരുത്തരെയായി വിസ്തരിക്കണമോ എന്ന കാര്യത്തിലും കോടതി ഇന്ന് തീരുമാനമെടുക്കും. അഞ്ജലി ശ്രീജിത രാജ് തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജലി, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും വിശദാംശങ്ങൾ? എപ്പോഴായിരിക്കും കോടതി വിചാരണ ഹർജി പരിഗണിക്കുക? ശ്രുതി, കേസിലെ മുഴുവൻ സാക്ഷികളെയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിസ്തരിച്ചതാണ്. ഇനിയുള്ളത് ഈ സാക്ഷി മൊഴികളിൽ പ്രതികളുടെ ഭാഗം കേൾക്കുക എന്നത് മാത്രമാണ്. കൂടാതെ ഇത്തരത്തിൽ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ഈ പ്രതികൾക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു അവസരവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ മുഴുവൻ സാക്ഷികളെയും വിസ്തരിച്ചു എന്ന ഉത്തരവിനെതിരെ പ്രോസിക്യൂഷൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. അതായത് കൂടാതെ ഇത്തരത്തിൽ പ്രോസിക്യൂഷന് ഈ സാക്ഷികളെ, പ്രോസിക്യൂഷൻ സാക്ഷികളെ പ്രതിഭാഗത്തിന് ക്രോസ് വിസ്താരം നടത്താനുള്ള ഒരു അവസരം ഒരുക്കണം. അത്തരത്തിലൊരു നിയമവശമുണ്ട്. കാരണം പിന്നീട് അങ്ങനെ നടത്തിയതിനു ശേഷം ഇതൊരു രേഖ സമർപ്പിക്കുകയും ചെയ്യണം. കാരണം പിന്നീട് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും രംഗത്ത് വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രോസിക്യൂഷൻ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 10, അതായത് ഈ നടി ആക്രമിച്ച കേസിൽ ഏകദേശം 13 പ്രതികളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. അതിൽ 10 പ്രതികളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഇവരിൽ 10 പേരിൽ 1-ാം പ്രതിയാണ് പൾസർ സുനി, 8-ാം പ്രതിയാണ് ദിലീപ്. ഇവരെല്ലാം ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. കൂടാതെ ഇവരെല്ലാം ഓരോരുത്തരെയായിട്ട് കോടതി നേരിട്ട് കാണണമോ എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പരിശോധിക്കും. ഈ അതായത് നടി ആക്രമിച്ച് 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇതിനു മുമ്പ് പൾസർ സുനി ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇത് വായിച്ചു കേൾക്കാനായിരുന്നു കോടതിയിൽ എത്തിയിരുന്നത്. അന്ന് വലിയ പോലീസ് സന്നാഹങ്ങളോടൊക്കെ ആയിരുന്നു പൾസർ സുനിയെ പോലീസിൽ കൊണ്ടുവന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാകും. തുടർന്ന് ഓരോരുത്തരെ വിസ്തരിക്കണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇവരുടെ ഭാഗം കേൾക്കണമോ എന്നുള്ള കാര്യമെല്ലാം ഇന്ന് കോടതി പരിഗണിക്കും. ഓക്കെ, വ്യക്തമാണ്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.